ഓം തുളസിയുടെ മാനസം ഒരു തീർത്ഥയാത്ര ഭാഗം 5. ചിത്സ്വരൂപികളെ സാദരം പ്രണാമം. ബാലകാണ്ഡത്തിൽ യാത്ര തുടരുകയാണ്. ഒരു ധ്യാന ശ്ലോകം. പുണ്യം പാപഹരം സദാശിവകരം വിജ്ഞാനഭക്തിപ്രദം മായാമോഹമലാപഹരം സുവിമലം പ്രേമാംബപൂരം ശുഭം. അഹല്യാമോക്ഷം നൽകിയ രാമപാദങ്ങളെ സീത വിറയാർന്ന കൈകളോട് തൊട്ട് വന്ദിച്ചു. രാമൻ രാഗാർദ്രമായ ദൃഷ്ടികളോടെ മൃദുഹാസം തൂകി ആശീർവചിച്ചു. പ്രിയപ്പെട്ടവർ ആനന്ദഭരിതരായി. പരശുരാമാഗമനം. അയോധ്യാപതിയായ ദശരഥ മഹാരാജാവിനുള്ള ബന്ധത്താൽ മിഥില നഗരി കൂടുതൽ ധന്യമായി. അപ്പോഴതാ തോളിൽ വെൺമഴുവും അസ്ത്രശസ്ത്രങ്ങളുമായി പുലിത്തോൾ ധരിച്ച പരശുരാമൻ യാഗശാലയിലെത്തുന്നു. ഉഗ്രതപസ്യായ പരശുരാമൻ്റെ വരവും ക്രോധഭാവാദികളും സദസ്സരെ ഭീതരാക്കി. സ്ഥിതപ്രജ്ഞനായ ജനകൻ ഭക്ത്യാദരവോടെ ഋഷീശ്വരനെ വണങ്ങി. എന്നാൽ ശിവചാപ ഭഞ്ജകനായ രാമൻ എൻ്റെ കയ്യിലിരിക്കുന്ന വൈഷ്ണവ ചാപവും കുലയ്ക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് ഗർജിച്ചു. ദശരഥ ജനകന്മാരും സദസ്യരും ഭയന്ന് വിറച്ചു. പരശുരാമൻ ക്ഷത്രിയാന്തകനാണ്. ശ്രീരാമനും സഹോദരന്മാരും നിർഭീകരായി പൂർണ്ണ പൗരുഷത്തോടെ നിവർന്നു നിൽക്കുന്നു. സൗമ്യശാന്തനായ രാമൻ പരശുരാമൻ്റെ കയ്യിലുള്ള വൈഷ്ണവ ചാപവും കുലച്ചു. തൻ്റെ വൈദഗ്ധ്യം പ്രകാശിപ്പിച്ചു. പരശുരാമൻ്റെ ഗർവടങ്ങി. രാമൻ വിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരവും ലക്ഷ്മണൻ വിഷ്ണുവിൻ്റെ അംശമായ അനന്തൻ്റെ അവതാരവുമാണെന്ന് തിരിച്ചറിഞ്ഞു. തൻ്റെ തപശക്തി മുഴുവനും രാമന് കൊടുത്തു, അനുഗ്രഹിച്ചു. ശിഷ്ടജീവിതം കൂടുതൽ തപസ്സിനായിട്ട് പരശുരാമൻ മഹേന്ദ്രഗിരിയിലേക്ക് പോവുകയും ചെയ്തു. ദശരഥ ജനക മഹാമതിമാന്മാരുടെ അഭിമതവും വസിഷ്ഠ വാമദേവ യാജ്ഞവൽക്യ ശതാനന്ദ ഋഷിമാരുടെ ഉപദേശവും അനുഗ്രഹവും ഏറ്റുവാങ്ങിക്കൊണ്ട് സീതാരാമ വിവാഹവേദിയിൽ വച്ച് തന്നെ ശുഭമുഹൂർത്തത്തിൽ ജനകപുത്രി ഊർമിളയെ ലക്ഷ്മണനും കുശധ്വജപുത്രിമാരായ മാണ്ഡവിയെ ഭരതനും ശ്രുതകീർത്തിയെ ശത്രുഘ്നനും പരിണയിച്ചു. എല്ലാവരും സന്തോഷപൂർവ്വം അയോധ്യയിലേക്ക് മടങ്ങി.
ആചാരവിധി അനുസരിച്ച് ശ്രീരാമൻ വധു സീതാദേവിയുടെ നെറ്റിയിൽ സിന്ദൂരം അണിയിച്ചു. സിന്ദൂരബിന്ദു. ജനക ദമ്പതിമാർക്ക് ജന്മസാഫല്യം നേടിയ കൃതാർത്ഥതയും വസിഷ്ഠ സദാനന്ദന്മാരായ ഗുരുജനങ്ങൾക്ക് അയോധ്യ മിഥിലപുരിയുടെ സുദൃഢ മമതാബന്ധത്തിൽ അതിരറ്റ ആനന്ദവും അനുഭവപ്പെട്ടു. ഭാരതത്തിൻ്റെ വൈഭവമാർന്ന രണ്ട് രാജകുടുംബങ്ങൾ സ്നേഹസൂത്രത്താൽ ബന്ധിക്കപ്പെട്ടു. ജനകനും സുനയനാദേവിയും പുത്രിമാർക്ക് സ്ത്രീധർമ്മത്തെപ്പറ്റി ഉദ്ബുദ്ധരാക്കി ഉപദേശം കൊടുത്തു. ജനകൻ ജാനകിയെ രാജധർമ്മവും സ്ത്രീധർമ്മവും ഉപദേശിച്ചു. ജ്ഞാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വിളനിലമാണ് വിദേഹരാജ്യം. വിശ്വാമിത്രൻ സിദ്ധാശ്രമത്തിലേക്ക് പോയി. തൻ്റെ ദൗത്യം സഫലമാക്കി തന്ന ശ്രീ മഹാദേവന്റെ കാരുണ്യത്തെ മനസ്സാ സ്മരിച്ചു. ധർമ്മനീതിയിൽ അച്ഛനേക്കാൾ ശ്രദ്ധാലുവാണ് രാമചന്ദ്രൻ എന്ന സ്തുതിവചനങ്ങൾ സർവത്ര മാറ്റിലിക്കൊണ്ട് സഹൃദയ സൂരികളെ ഇനി നമുക്ക് അയോധ്യാകാന്ഡത്തിൽ യാത്ര തുടരാം. ഇതുവരെ നമ്മൾ നയനാഭിരാമൻ്റെ കൂടെയായിരുന്നു ബാലകാന്ഡത്തിൽ. അഭിഷേക വാർത്ത അറിഞ്ഞ് സകലരും പ്രസന്നചിത്തരാകുന്നു. എന്നാൽ രാമനാകട്ടെ അഭിഷേക വാർത്തയാൽ പ്രസന്നനോ അഭിഷേക വിഘ്നത്താൽ മലിനനോ വനവാസ വാർത്തയാൽ ശോകാകുലനോ ആകാത്ത രഘുനന്ദനൻ്റെ മുഖ കമല ശോഭ നമുക്കെപ്പോഴും മംഗളമേകട്ടെ. നീലാംബുജശ്യാമള കോമളാംഗം സീതാസമാരോഹിത വാമഭാഗം പാണോ മഹാസായകചാരിശാപം നമാമി രാമം രഘുവംശനാഥം. അയോധ്യാകാന്ഡത്തിൽ ലോകാഭിരാമനെയാണ് നമ്മൾ കാണുന്നത്. നീലത്താമര പോലെ ശ്യാമള കോമളമായ ശരീരത്തോടും വാമഭാഗത്ത് വിരാജിക്കുന്ന സീതാദേവിയോടും അമ്പും വില്ലുമേന്തിയ മനോഹര കൈകളോടെയും വിളങ്ങുന്ന രഘുരാമനെ മഹാകവി തുളസീദാസ് നമിക്കുന്നു. വിദേഹരാജൻ്റെ പരിശുദ്ധ സ്നേഹവും സ്വഭാവമാഹാത്മ്യവും സുനയനാദേവിയുടെ വിനയാദി സദ്ഗുണങ്ങളും പുത്രിമാരിൽ കണ്ട് വാത്സല്യനിധികളായ ദശരഥ കുടുംബാംഗങ്ങൾ ആഹ്ലാദമഗ്നരായി. ജനക നന്ദിനിമാരും സംപ്രീതരായി തീർന്നു. കേകരാജപുത്ര യുധാജിത്ത് ഭരതശത്രുഘ്നന്മാരെയും അവരുടെ വധുക്കളെയും കേകയത്തിലേക്ക് കൊണ്ടുപോയി. 12 വർഷം കഴിയാൻ പോകുന്നു. ദശരഥൻ അവരെക്കുറിച്ച് ഇതുവരെ യാതൊന്നും അന്വേഷിച്ചില്ല.
രാമലക്ഷ്മണന്മാർ നാടിനെ സമ്പദ് സമൃദ്ധമാക്കുന്നതിന് അച്ഛനെ സഹായിച്ചു. അതിനാൽ പ്രജകളുടെ സ്നേഹാദരവിന് പാത്രീഭൂതരായി. പൗരാവലി പ്രജകൾ മാനവേശ്വരന്മാരായി രാമലക്ഷ്മണന്മാരെ കാണുന്നു. രാമചന്ദ്രസ്തുതി സർവത്ര മാറ്റുകൊണ്ടു. കൈകേയിയുടെ വാത്സല്യഭാജനവും കണ്ണിലുണ്ണിയുമായി രാമൻ വളർന്നു. കൗസല്യയുടെ ധർമ്മബോധത്തിൻ്റെയും സുമിത്രയുടെ ലാളനയുടെയും ശീതളഛായയിൽ ലക്ഷ്മണ സൗഹൃദത്തോടെ ജനഹൃദയങ്ങളെ രാമൻ സ്ഥിരപ്രതിഷ്ഠ നേടി. അഭിഷേക നിശ്ചയവും അഭിഷേക വിഘ്നവും. ഭരണനിപുണനായ ദശരഥൻ സ്വയം ചിന്തിക്കുന്നു, ഞാൻ വൃദ്ധനായി, ഇനി വിശ്രാന്തി ഉണ്ടാകണം, വിശ്രമിക്കണം, ആധ്യാത്മികതയിൽ മുഴുകണം. രാഷ്ട്രതന്ത്രമനുസരിച്ച് അന്ന് ശ്രീമന്തപുത്രൻ രാമൻ യുവരാജാവാകട്ടെ. കുലഗുരു വസിഷ്ഠനെ വരുത്തി. നാളെ പുഷ്യ നക്ഷത്രം. രാമനെ രാജാവായി അഭിഷേകം ചെയ്യിക്കണം. ഉടൻ തന്നെ മന്ത്രിമാരുമായിട്ട് ആലോചിച്ചു. മന്ത്രിമാരുമായി ചിന്തിച്ച് എല്ലാ വ്യവസ്ഥകളും ചെയ്യുക. വൃദ്ധരുടെ ഒരു സ്വഭാവമാണ്, എന്തെങ്കിലും തീരുമാനിച്ചാൽ അത് ഉടൻ തന്നെ നിർവഹിക്കപ്പെടണം. കുട്ടികളുടെ സ്വഭാവം അതുപോലെയാണ്, നനച്ചത് ഉടൻ നടക്കണം. ചൈത്രമാസമാണ്, നാളെ പുഷ്യ നക്ഷത്രം, രാമാഭിഷേകം നടക്കണം. ഇതാണ് ദശരഥ മഹാരാജാവിൻ്റെ തീരുമാനം. വാർത്ത കേട്ട് പ്രജകളെല്ലാം അത്യന്തം സന്തുഷ്ടരായി ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു. കേകയത്തിലുള്ള ഭരതലക്ഷ്മണന്മാരും അശ്വപതിയും അവരെ വരുത്താൻ സമയമില്ല. നല്ല കാര്യം അവർ പിന്നീടറിഞ്ഞ് സന്തോഷിക്കും. ഉറ്റ ബന്ധുക്കളുടെ അഭാവവും രാമനെ അസ്വസ്ഥനാക്കി. തൽക്കാലം പിതൃഹിതം നടക്കട്ടെ, സഹോദര സ്നേഹം എന്നും കൂട്ടു നിൽക്കട്ടെ. അഭിഷേക വാർത്ത അമ്മ കൗസല്യാദേവി അറിയുന്നു. വളരെ ആഹ്ലാദിച്ചു, സന്തോഷിച്ചു. മകനെ ഇപ്രകാരം ഉപദേശിക്കുന്നു: സ്നേഹ സേവന ത്യാഗഭാവങ്ങളോടെ പ്രജകളെ കാത്ത് രക്ഷിക്കുക എന്നതാണ് രാജധർമ്മത്തിൻ്റെ കാതലായ തത്വം. ധർമാർത്ഥകാമമോക്ഷം എന്ന പുരുഷാർത്ഥ സിദ്ധിക്ക് അനിവാര്യമാണ് വാനപ്രസ്ഥാശ്രമം. അച്ഛൻ്റെ അഭിലാഷമനുസരിച്ച് പ്രവർത്തിക്കുക, അതാണ് പുത്രധർമ്മം. തുടർന്ന് അടുത്ത സത്സംഗത്തിൽ. സ്വസ്ത്യസ്തു ശുഭമസ്തു. സന്തു മംഗള സദാനി.